students. Higher secondary plus 2 geography important chapter ആണ് chapter 9 planning and sustainable development എന്നുള്ള chapter. അപ്പോൾ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ പ്ലാനിംഗ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ചാപ്റ്റർ 9 യൂണിറ്റ് 3 പാർട്ട് 2 ഇന്ത്യ ടെക്സ്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് പ്ലാനിംഗ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഇത് കഴിഞ്ഞ മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ അതിൻ്റെ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളതെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എങ്ങനെ നമുക്കതിനെ ആൻസർ ചെയ്യാം, പിന്നെ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം തന്നെ ഈ ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ നമുക്കൊന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താണ് പ്ലാനിംഗ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ പോകുമ്പോൾ ഓവർവ്യൂ ഓഫ് പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു ബോക്സിൽ FYPs അല്ലെങ്കിൽ 5 ഇയർ പ്ലാനുകളെ പറ്റി ജസ്റ്റ് പറയുന്നുണ്ട്. പിന്നീട് ടാർഗറ്റ് ഏരിയ പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് വരുന്നുണ്ട്. ആ ടാർഗറ്റ് ഏരിയ പ്ലാനിങ്ങിൽ ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ ഡ്രൗട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം എന്ന് പറഞ്ഞ് 2 സെഷൻസ് ആയിട്ട് അത് വരുന്നുണ്ട്. 2 ടോപ്പിക്കുകൾ അവിടെ വരുന്നുണ്ട്. അതും പിന്നീട് ഇന്റഗ്രേറ്റഡ് ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് വരുന്നുണ്ട്. അതൊരു കേസ് സ്റ്റഡി ആയിട്ട് ബാർമർ എന്ന് പറയുന്ന ഒരു റീജിയൻ ഹിമാചൽ പ്രദേശിലെ അവിടുത്തെ ട്രൈബൽ ഏരിയ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് ഒരു കേസ് സ്റ്റഡിയും ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, സുസ്ഥിര വികസനം. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി കനാൽ കമാൻഡ് ഏരിയ ഒരു കേസ് സ്റ്റഡി, ഇന്ദിരാഗാന്ധി കനാൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വീണ്ടും ഒരു കേസ് സ്റ്റഡി അവിടെ വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് മെഷേഴ്സ് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം നടപ്പിലാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തെല്ലാമാണ് എന്നൊക്കെയുള്ള ഒരു ടോപ്പിക്കാണ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് വരുന്നത്. അങ്ങനെ ഇത്രയുമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇതാണ് ഇപ്പോൾ ചാപ്റ്ററിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളിൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് ആദ്യം തന്നെ കഴിഞ്ഞ വർഷത്തെ മാർച്ചിൽ നടന്ന +2 ബോർഡ് എക്സാമിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചു എന്ന് നമുക്ക് നോക്കാം. പാർട്ട് എയിൽ പരിശോധിക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല, അതായത് 2 മാർക്സ് ക്വസ്റ്റ്യൻസിലൊന്നും വന്നിട്ടില്ല. പക്ഷേ 3 മാർക്കിൽ 11th ക്വസ്റ്റ്യൻ ആയിട്ട് ITDP അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് അതിനെ പറ്റി ഒരു ചോദ്യം വന്നതായിട്ട് കാണാം. അപ്പം 3 മാർക്കിന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വെയിറ്റേജ് പരിശോധിച്ച് നോക്കുമ്പോഴും 3 മാർക്കിനുള്ള ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ചോദിക്കാറുള്ളത്. പിന്നീട് കഴിഞ്ഞ വർഷം തന്നെ നടന്ന മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ പാർട്ട് എയിൽ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല, 2 മാർക്സിനില്ല. പക്ഷെ പാർട്ട് ബിയില് 15ാമത്തെ ചോദ്യമായിട്ട് 3 മാർക്കിന് വീണ്ടും ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഈ വട്ടം ചോദിച്ചിട്ടുള്ളത് മോഡലിന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന മോഡലിന് ചോദിച്ചിട്ടുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മെഷേഴ്സിനെ പറ്റിയാണ്. അത് നമ്മുടെ ചാപ്റ്ററിൽ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ നടന്ന ജൂണിൽ നടന്ന ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് നോക്കാം. അത് പരിശോധിക്കുമ്പോഴും നമുക്ക് എ പാർട്ടിൽ നിന്ന് ചോദ്യം വന്നിട്ടില്ല, എ പാർട്ടിയിൽ ചോദ്യം ഇല്ല ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്. പക്ഷെ സെക്ഷൻ ബിയില് വീണ്ടും നമുക്ക് 3 മാർക്കിന്റെ ചോദ്യത്തില് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കോൺസെപ്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. സുസ്ഥിര വികസനത്തെ പറ്റി വിവരിക്കാനായിട്ട് 3 മാർക്കിന് ചോദിച്ചതായിട്ട് കാണാം. ഈ 3 ചോദ്യ പേപ്പറുകളിലും 3 മാർക്കിന്റെ സെഷനിൽ, അതായത് സെഷൻ ബിയില് ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിക്കാണും ഈ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ 3 എക്സാമുകൾക്കും, അതായത് കഴിഞ്ഞ വർഷത്തെ മാർച്ചിൽ നടന്ന ബോർഡ് എക്സാം, കഴിഞ്ഞ വർഷം നടന്ന മോഡൽ എക്സാം, അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് +2 ഇംപ്രൂവ്മെന്റ് എക്സാമിലും 3 മാർക്കിന്റെ സെഷൻ ബിയിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആസൂത്രണവും സുസ്ഥിര വികസനവും ഇന്ത്യയുടെ സാഹചര്യത്തിൽ, പ്ലാനിംഗ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ആദ്യം തന്നെ ഇതിൽ എന്താണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്,
എന്താണ് പ്ലാനിങ് അല്ലെങ്കിൽ എന്താണ് ആസൂത്രണം എന്ന് ആദ്യം തന്നെ ആ ഒരു ഡെഫിനിഷനിലൂടെയാണ് നമുക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് പ്ലാനിങ് അല്ലെങ്കിൽ എന്താണ് ആസൂത്രണം? ചില നിശ്ചിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായുള്ള ആലോചനാ പ്രക്രിയകളും അതിനായുള്ള പദ്ധതി രൂപീകരണവും അത് നടപ്പിലാക്കുന്നതിനുള്ള ഒരു കൂട്ടം പ്രവർത്തനങ്ങളും ഉൾപ്പെട്ടതാണ് ആസൂത്രണം. എന്താണ് ആസൂത്രണം? ചില നിശ്ചിത ലക്ഷ്യങ്ങൾ അല്ലെ, ഒരു കുറച്ച് നമുക്ക് എന്തെങ്കിലും കാര്യം ആക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ എക്സാം വരാൻ പോകുന്നു. അപ്പോൾ എക്സാം ആണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. എക്സാം നല്ല മാർക്കോടുകൂടി ജയിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിന് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം, ഏതൊക്കെ ചാപ്റ്ററുകൾ ആദ്യം പഠിക്കണം, ഏത് സബ്ജക്റ്റിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കണം, അങ്ങനെയുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുക്കാൻ കുറെ പ്രക്രിയകൾ, പല പ്രോസസ്സുകൾ നമ്മൾ ഉപയോഗിക്കും. അതിനായുള്ള ഒരു പദ്ധതി നമ്മൾ രൂപീകരിക്കും, ഒരു പ്ലാൻ നമ്മൾ രൂപീകരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്ലാനിന്റെ സഹായത്തോടു കൂടി ഒരു പ്രോസസ്സ്, അതാണ് പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായുള്ള ഒരു പദ്ധതി രൂപീകരണവും അത് നടപ്പിലാക്കുന്നതിനുള്ള ഒരു കൂട്ടം പ്രവർത്തനങ്ങൾ. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആസൂത്രണം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലെ ഡെഫിനേഷൻ പറയുന്നത് the term means taking decisions to implement them എന്ന് പറഞ്ഞാൽ ആ ഡിസിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്, നടപ്പിലാക്കുന്നതിന് വേണ്ടി. ഇംപ്ലിമെന്റ് them in order to attain economic development. ഇതിൽ എക്കണോമിക് ആസ്പെക്ട് പറയുകയാണെങ്കിൽ ഒരു സാമ്പത്തിക വികസനം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറെ പ്ലാനുകൾ, പദ്ധതികൾ രൂപപ്പെടുത്തുന്നത് എന്നതാണ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് രണ്ട് അപ്രോച്ചുകളാണ്, രണ്ട് സമീപനങ്ങളെ പറ്റി ഇനി പറയുന്നത്. അതായത് ആസൂത്രണം നമ്മൾ പൊതുവെ പറഞ്ഞ പോലെ സാമ്പത്തിക ആസൂത്രണം ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ഏതെങ്കിലും സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തോ നടപ്പിലാക്കുന്നത് രണ്ട് സമീപനങ്ങളിലൂടെയാണ്. മേഖല ആസൂത്രണവുമുണ്ട്, പ്രാദേശിക ആസൂത്രണവുമുണ്ട്. മേഖല ആസൂത്രണം അഥവാ സെക്ടറൽ പ്ലാനിങ്, സെക്ടറുകളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആസൂത്രണമാണ് സെക്ടറൽ പ്ലാനിങ് എങ്കിൽ, പ്രാദേശിക ആസൂത്രണം എന്ന് പറയുമ്പോൾ റീജിയണൽ ആണ്, ഏതെങ്കിലും ഒരു പ്രദേശത്തെ മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ അവിടെ ആസൂത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് പ്രാദേശിക ആസൂത്രണം. അപ്പൊ രണ്ടു തരം ആസൂത്രണമുണ്ട്, മേഖല ആസൂത്രണവുമുണ്ട്, അതുപോലെ തന്നെ പ്രാദേശിക ആസൂത്രണം. പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, മേഖലകൾ. ഈ വർഷം തന്നെ നിങ്ങൾ പഠിച്ചതാണ്, വിവിധ മേഖലകളെ പറ്റി ഒരു ചാപ്റ്ററുകൾ പഠിച്ചു അല്ലെ. 3 ചാപ്റ്ററുകൾ നിങ്ങൾ പഠിച്ചു. പ്രാഥമിക പ്രവർത്തനങ്ങൾ, ദ്വിതീയ പ്രവർത്തനങ്ങൾ, തൃതീയ ചതുർത്ഥ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ അങ്ങനെ 3 ചാപ്റ്ററുകളായിട്ട് നിങ്ങൾ വിവിധ മേഖലകളെയാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. പ്രാഥമിക പ്രവർത്തനങ്ങളിൽ കാർഷിക മേഖലയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളും ഡിസ്കസ് ചെയ്തെങ്കിൽ, ദ്വിതീയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വ്യാവസായിക മേഖലയെ പറ്റിയാണ് കൂടുതൽ ഊന്നൽ നൽകി പഠിച്ചത്. തൃതീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് പഠിച്ചത് സേവന മേഖലയുമാണ്. അപ്പൊ മേഖല ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അപ്പൊ മേഖല ആസൂത്രണം എന്താണ്? കൃഷി, അതായത് കാർഷിക മേഖല, ജലസേചനം, ഇറിഗേഷൻ, കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന ഒരു മേഖലയാണ് ജലസേചനം. പിന്നെ വ്യവസായം, ഊർജം, നിർമ്മാണം, ഗതാഗതം, വാർത്താവിനിമയം, സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ സമ്പദ് വ്യവസ്ഥയിലെ വ്യത്യസ്ത മേഖലകളുടെ വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു കൂട്ടം പദ്ധതികളും അത് രൂപീകരിക്കാൻ അല്ലെങ്കിൽ അത് രൂപീകരണം നടത്തിപ്പിനും ആണ് മേഖല ആസൂത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏതെങ്കിലും ഒരു മേഖല എടുക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ റോഡിലെ ട്രാഫിക് ഒക്കെ ഒന്ന് നിയന്ത്രിക്കണം, അതിനെപ്പറ്റി ഒരു പ്ലാനിങ് നമ്മൾ കൊണ്ടുവരണം, ട്രാഫിക് പ്ലാൻ. അപ്പോൾ ഏത് മേഖലയായിരിക്കും അത്? ഗതാഗത മേഖലയായിരിക്കും അല്ലെ. അപ്പോൾ അവിടെ ഈ ട്രാഫിക് ലൈറ്റ് കൃത്യമായി അതിന്റെ ഫംഗ്ഷനിങ് ശ്രദ്ധിക്കണം. ഓരോ ടൈം ലിമിറ്റ്, പീക്ക് ടൈമുകളിൽ കുറച്ച് ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങളെ ക്രമീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നതൊക്കെയാണ് അപ്പൊ ഒരു മേഖല ആസൂത്രണത്തിൽ വരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്ന ആസൂത്രണമാണ് ലക്ഷ്യം. അതായത് മെയിനായിട്ട് അവിടെ എന്താണ്? വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു കൂട്ടം പദ്ധതികളും രൂപീകരണവും നടത്തിപ്പും ആണ് മേഖല ആസൂത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എന്ത്? സെക്ടറൽ പ്ലാൻ. എന്താണ് സെക്ടറൽ പ്ലാനിങ്? മീൻസ് ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് വേരിയസ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ, ഇറിഗേഷൻ, മാനുഫാക്ചറിങ്, പവർ, കൺസ്ട്രക്ഷൻ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് സർവീസസ്. സോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടർ കോൺസെൻട്രേറ്റ് ചെയ്ത് നടത്തുന്ന പ്ലാനിങ്ങിനെയാണ് നമ്മൾ സെക്ടറൽ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അടുത്തത് ഏതാണ്? പ്രാദേശിക ആസൂത്രണമാണ്, റീജിയണൽ പ്ലാൻ. ആസൂത്രണ വിദഗ്ധർ സ്ഥാനീയ വീക്ഷണങ്ങളിലൂടെ തയ്യാറാക്കുന്ന പദ്ധതികളിലൂടെയാണ് പ്രാദേശിക
അസന്തുലിതാവസ്ഥ കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ പ്രാദേശികമായി ചില ഇൻബാലൻസുകൾ അല്ലെങ്കിൽ അസന്തുലിതാവസ്ഥകൾ പലതും കാണും. ചില സ്ഥലങ്ങൾ കൂടുതൽ ഇത് മോശമാവുകയും ചില സ്ഥലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് വികസനം നടത്തുന്നതുമായിട്ട് ചില നമുക്ക് പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് മറികടന്ന് എല്ലായിടവും ഒരേപോലെ പദ്ധതികൾ ആവിഷ്കരിച്ച് വികസനം കൊണ്ടുവരണം, സാമ്പത്തിക വികസനം കൊണ്ടുവരണം. അപ്പൊ ഇത്തരത്തിൽ നടത്തുന്ന ആസൂത്രണത്തെയാണ് പ്രാദേശിക ആസൂത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റീജിയണൽ ആയിട്ട് ഒരു റീജിയൻ കേന്ദ്രീകരിച്ച് നമ്മളിന്ന് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലും പഠിക്കുന്നതും അങ്ങനെയുള്ള റീജിയണൽ ആസ്പെക്ട്സ് വെച്ചിട്ട് ഒരു പ്രദേശത്തെ എടുത്തുകൊണ്ട് തന്നെയാണ്. ഇവിടെ എന്താണ് മോർ കോൺസെൻട്രേഷൻ ഓൺ ബാലൻസ്ഡ് ഡെവലപ്മെന്റ്. അതാണ് ബാലൻസ്ഡ് ഡെവലപ്മെന്റ്, ഒരു സന്തുലിതമായുള്ള ഒരു അവസ്ഥ, അസന്തുലിതാവസ്ഥ മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവണത കൊണ്ടുവരിക അല്ലെങ്കിൽ വികസനം കൊണ്ടുവരിക ഓഫ് ദ വോൾ റീജിയൻ വിത്ത് എ വ്യൂ ടു റെഡ്യൂസ് എക്കണോമിക് ഡിസ്പാരിറ്റീസ് ബിറ്റ്വീൻ വേരിയസ് റീജിയൻസ് ഓഫ് ദ കൺട്രി. ഇന്ത്യ പോലൊരു രാജ്യം, 7ാമത്തെ വലിയ രാജ്യം, അതുപോലെ തന്നെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇന്ത്യ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡെവലപ്പിംഗ് എക്കോണമി, വികസ്വര രാജ്യമാവുന്ന ഒരു ഇന്ത്യയെ സംബന്ധിച്ച് ഈ റീജിയണൽ പ്ലാനിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഏരിയയെ കേന്ദ്രീകരിച്ച് മാത്രം ഒരു പ്ലാനിങ് നടത്തേണ്ടതിന്റെ ആവശ്യകതയും തീർച്ചയായും വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ടാർഗറ്റ് ഏരിയ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ടാർഗറ്റ് ഏരിയ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഉദ്ദിഷ്ട പ്രദേശാസൂത്രണം, നമുക്ക് വേണ്ട ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ സെലക്ട് ചെയ്യുക. അതായത് അധികം വികസനം ലഭിക്കാത്തതായിട്ടുള്ള, തൊട്ടടുത്ത് എന്നാൽ വികസിതമായിട്ടുള്ള പ്രദേശങ്ങളായി തൊട്ടടുത്തുള്ളതും ഈ ചില മേഖലകളിൽ അധികം വികസനം എത്താത്തതായും വരുന്ന സ്ഥലങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് ടാർഗറ്റ് ഏരിയ പ്ലാനിങ് എന്ന് പറയുന്നത്. വർദ്ധിച്ചു വരുന്ന സാമൂഹികവും പ്രാദേശികവുമായ അസന്തുലിതാവസ്ഥയ്ക്ക് തടയിടുന്നതിനായി ആസൂത്രണ കമ്മീഷൻ ഉദ്ദിഷ്ട പ്രദേശ സമീപനം, ഉദ്ദിഷ്ട സമൂഹ സമീപനം എന്നീ സമീപനങ്ങൾ ആസൂത്രണത്തിൽ പ്രയോഗിച്ചു. അതാണ് ടാർഗറ്റ് ഏരിയ പ്ലാനിങ്. ടാർഗറ്റ് സോഷ്യൽ പ്ലാനിങ്ങും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. സൊസൈറ്റി ഏതെങ്കിലും ഒരു പ്രദേശത്തെ മാത്രം, ആ പ്രദേശത്തിന്റെ ഏതെങ്കിലും ഒരു സമൂഹത്തെ മാത്രം എടുത്ത് പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. ഇതിന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിളുകൾ, ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഡ്രൗട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം വരുന്നുണ്ട്, വരൾച്ച ബാധിത പ്രദേശ പദ്ധതി വരുന്നുണ്ട്, പിന്നെ ഡെസേർട്ട് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ മരുഭൂമി വികസന പദ്ധതി വരുന്നുണ്ട്, പിന്നെ മലയോര പ്രദേശ വികസന പദ്ധതി അല്ലെങ്കിൽ ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിലെ ആദ്യത്തെ വരൾച്ച ബാധിത പ്രദേശ പദ്ധതിയിൽ വരൾച്ച ബാധിത മേഖലകൾ, ഇന്ത്യയിലെ അപ്പോൾ വരൾച്ച ബാധിത മേഖലകളെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ഉദ്ദിഷ്ട പ്രദേശ ആസൂത്രണമാണ് അതെങ്കിൽ, അടുത്തത് മരുഭൂമി വികസന പദ്ധതി ഡെസേർട്ട് ഏരിയ, ഡെസേർട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ഡെസേർട്ട് ഉള്ള മരുഭൂമി വൽക്കരിക്കപ്പെട്ടതോ മരുഭൂമി ഉള്ളതായിട്ടുള്ള പ്രദേശങ്ങളിൽ നടത്തുന്ന ഒരു പ്രദേശാസൂത്രണമാണത്. മലയോര പ്രദേശ വികസന പദ്ധതി ഇന്ത്യയിൽ കൂടുതലും കാണപ്പെടുന്ന ഹിൽ ഏരിയ ഡെവലപ്മെന്റ് ആണ്. കാരണം ഒരുപാട് ഹിൽ ഏരിയാസ് ഉണ്ട് ഇന്ത്യയിൽ. മറ്റ് രണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണെങ്കിൽ ഹിൽ ഏരിയാസ് പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിലും ഹിൽ ഏരിയാസ് കാണാൻ സാധിക്കും. പിന്നീട് വരുന്ന രണ്ടെണ്ണം ഈ സോഷ്യൽ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചെറുകിട കർഷക വികസന ഏജൻസിയും നാമമാത്ര കർഷക വികസന ഏജൻസി, അതായത് സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി, അതുപോലെ തന്നെ മാർജിനൽ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി, ഇങ്ങനെ രണ്ടെണ്ണവും നമുക്ക് കാണാൻ സാധിക്കും. സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ്, മാർജിനൽ ഫാമേഴ്സ്, അത് രണ്ടും ടാർഗറ്റ് ഏരിയ പ്ലാനിംഗ് അല്ല, അത് ഒരു സോഷ്യൽ ഗ്രൂപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, സോഷ്യൽ ഗ്രൂപ്പുകളാണ് സ്മോൾ ഫാമേഴ്സും മാർജിനൽ ഫാമേഴ്സും എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ ഓരോന്ന് പരിശോധിക്കാം. ആദ്യം ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ ചോദിച്ച് കണ്ടിട്ടില്ല. ഞാൻ മുൻവർഷം എന്ന് ഉദ്ദേശിച്ചത് കഴിഞ്ഞ വർഷം നടന്ന 3 എക്സാമുകളിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്നത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നതിനെ കേന്ദ്രീകരിച്ചാണ് കൂടുതലും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്റഗ്രേറ്റഡ് ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ്, അത് ഇതിൽ പരാമർശിച്ചിട്ടില്ല എങ്കിലും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ട്രൈബൽ ഡെവലപ്മെന്റ് നമ്മൾ അതിനെപ്പറ്റി പറയും. ബാർമർ എന്നൊരു റീജിയൻ എടുത്തുകൊണ്ടാണ് ടെക്സ്റ്റിൽ അതിനെപ്പറ്റി പറയുന്നത്. ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം സാധാരണ ചോദിക്കാറുണ്ട്, അതിന് മുന്നുള്ള എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ഡ്യൂറിംഗ് 5th 5-year പ്ലാൻ. 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവരുന്നത്. കവറിംഗ് 15 ഡിസ്ട്രിക്ട്സ് കംപ്രൈസിംഗ് ഓഫ് ഓൾ ദ ഹില്ലി ഡിസ്ട്രിക്ട്സ് ഓഫ് UP, നോർത്ത് കക്കാർ ഹിൽസ് ഓഫ് അസം, ഡാർജിലിംഗ് ഡിസ്ട്രിക്ട്സ് ഓഫ് വെസ്റ്റ് ബംഗാൾ ആൻഡ് നീൽഗിരി ഡിസ്ട്രിക്ട്സ് ഓഫ് തമിഴ്നാട്.
ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 15 ജില്ലകളെ കേന്ദ്രീകരിച്ച് 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നടപ്പിലാക്കിയ ഒരു പ്രോഗ്രാമാണ്, പരിപാടിയാണ് ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. ആദ്യം നടപ്പിലാക്കിയത് 15 ജില്ലകളിലുമാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലെയാണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശ് വരുന്നുണ്ട്, അസം വരുന്നുണ്ട്, വെസ്റ്റ് ബംഗാൾ വരുന്നുണ്ട്, പിന്നെ തമിഴ്നാട് വരുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ടവയാണ്. ഇതിന് പുറമേ ഉള്ള മറ്റു കുറച്ച് ജില്ലകളിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. ദ ബേസിക് ക്രൈറ്റീരിയ ടു ഐഡന്റിഫൈ these areas having height above 600 meters and not covered under any tribal subplan program. അപ്പോൾ ഗോത്രവർഗക്കാരുടെ പദ്ധതിയിൽ ഉൾപ്പെടാത്തതും 600 മീറ്ററിൽ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് ഹിൽ ഏരിയ ഡെവലപ്മെന്റിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം ഈ ഹിൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ കൂടുതലും ഫോറസ്റ്റഡ് ഏരിയ ആണ് അല്ലെ, വനമേഖലയാണ്. അപ്പൊ വനമേഖല വരുമ്പോൾ സ്വാഭാവികമായും ഗോത്രവർഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ മേഖല ആസൂത്രണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ അതിൽ ഉൾപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹിൽ ഏരിയ ഡെവലപ്മെന്റിൽ ഉൾപ്പെടുന്നത് ട്രൈബൽ സബ് പ്ലാനിൽ വരാത്തവയാണ്. ഗോത്രവർഗക്കാരുടെ പദ്ധതിയിൽ ഉൾപ്പെടാത്തതും 600 മീറ്ററിൽ ഉയരമുള്ള പ്രദേശങ്ങളെയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെന്താണ്? ദീസ് പ്രോഗ്രാംസ് ആർ എയിമിംഗ് അറ്റ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ. ഈ വർഷം പഠിച്ചിട്ടുള്ളത് ഒരു ടേം ആണ് നിങ്ങൾ. പച്ചക്കറി കൃഷിയുമായി, പഴവർഗ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് ഹോർട്ടികൾച്ചർ. പ്ലാന്റേഷൻ, തോട്ടവിള, അതും പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ നോർമലി അഗ്രികൾച്ചർ, കൃഷി വരുന്നുണ്ട്. ആനിമൽ ഹസ്ബൻഡറി, മൃഗപരിപാലനം. പോൾട്രി, അതായത് നമ്മുടെ കോഴി വളർത്തലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോറസ്ട്രി ആൻഡ് സ്മോൾ സ്കെയിൽ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി. ഇത്രയും കാര്യങ്ങൾ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതായത് ഈ മേഖലയിലെ ജനങ്ങൾക്ക്, അതായത് ഹിൽ ഏരിയ ഡെവലപ്മെന്റ്, നമ്മുടെ മലയോര പ്രാദേശിക വികസന പദ്ധതിയുടെ കീഴില് അവിടുത്തെ ജനങ്ങൾക്ക് ഈ പറയുന്ന തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാർഷിക മേഖലകളിലെ ഒരു ജോലി ഉറപ്പാക്കുക, അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ നൽകുക, ലോക്കൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നൽകുക എന്നതൊക്കെ. പിന്നെ വില്ലേജ് ഇൻഡസ്ട്രീസും വരുന്നുണ്ട്. അതായത് ഈ ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കുടിൽ വ്യവസായമൊക്കെ തുടങ്ങാനായിട്ടുള്ളതുമായി സഹായങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക എന്നതാണ് ഈ മലയോര പ്രാദേശിക വികസന പദ്ധതിയുടെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കാനുള്ളത്. ഒന്നുകൂടി പറയാം. 5ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് ഈ പ്രാദേശിക മലയോര നമ്മുടെ പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 15 ജില്ലകളെയാണ് ആദ്യം ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇതിൽ ഉൾപ്പെടുന്ന ജില്ലകൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ട്രൈബൽ സബ് പ്ലാനിൽ ഉൾപ്പെടാത്തതും ഗോത്രവർഗക്കാരുടെ പദ്ധതിയിൽ ഉൾപ്പെടാത്തതും 600 മീറ്ററിൽ ഉയരം കൂടിയതുമായ പ്രദേശങ്ങളാണ്. പിന്നെ ഹോർട്ടിക്കൾച്ചർ, പ്ലാന്റേഷൻ, കൃഷി, നോർമൽ അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, മൃഗപരിപാലനം, പച്ചക്കറി കൃഷി, പോൾട്രി, മൃഗപരിപാലനം മുതലായവയിൽ കൂടുതലായി സഹായങ്ങൾ അല്ലെങ്കിൽ വികസനം അവിടെ ഉറപ്പുവരുത്തുന്നു എന്നതും ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. അടുത്തത് ഡ്രൗട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാമാണ്. വരൾച്ച ബാധിത പ്രദേശ പദ്ധതി. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുക. വീണ്ടും ഒരു തൊഴിലധിഷ്ഠിതമായിട്ട് തന്നെയാണ് ഈ പദ്ധതി മുന്നിട്ട് നിൽക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ആളുകൾക്ക് ഈ കാർഷിക മേഖലയിലൊക്കെ കുറച്ച് ഉന്നമനം കൊണ്ടുവരിക. ഇവിടെ വരുമ്പോൾ വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുക, ഉൽപാദക ആസ്തികൾ വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ 4ാം പഞ്ചവത്സര പദ്ധതിയിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ മലയോര പ്രാദേശിക അല്ലെങ്കിൽ പ്രദേശ വികസന പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതി 5th 5 ഇയർ പ്ലാനിലാണെങ്കിൽ ഡ്രൗട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം 4th 5 ഇയർ പ്ലാനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ അന്ന് മുതലാണ് ഇത് തുടക്കം കുറിക്കുന്നത്. ജലസേചന പദ്ധതികൾ, ഇറിഗേഷൻ പ്രോജക്റ്റുകൾ, ഭൂവികസന പദ്ധതികൾ, ലാൻഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ, വനവൽക്കരണം, ഫോറസ്ട്രി അല്ലെങ്കിൽ അഫോറസ്റ്റേഷൻ, പുൽമേട് വികസനം, അതായത് ഗ്രാസ് ലാൻഡ് ഡെവലപ്മെന്റ്, അതായത് നമ്മൾ കന്നുകാലികൾ വളർത്തലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പുൽമേട് വികസനം ഉൾപ്പെടുന്നത്. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളായ വൈദ്യുതി, റോഡുകൾ, കമ്പോളം, വായ്പ, സേവനങ്ങൾ തുടങ്ങിയവയുടെ വികസനം എന്നിവയ്ക്കും കൂടി ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ ഡ്രൗട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇറിഗേഷൻ പ്രോജക്റ്റുകൾ, ലാൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, എഫോറസ്റ്റേഷൻ, ഗ്രാസ് ലാൻഡ് ഡെവലപ്മെന്റ്, പിന്നെ വെജിറ്റേഷൻ, ക്രിയേഷൻ ഓഫ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് ഇലക്ട്രിസിറ്റി, റോഡ്, മാർക്കറ്റ്, ക്രെഡിറ്റ് ആൻഡ് സർവീസസ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത്. ഇനി ഏതൊക്കെ പ്രദേശങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ രാജസ്ഥാൻ, കാരണം
ഡ്രൗട്ട് എന്ന് പറയുമ്പോൾ വരൾച്ച അല്ലേ, അതായത് അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭ ജലത്തിന്റെ ലഭ്യത കുറയുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ പൊതുവെ മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന 2 സംസ്ഥാനങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. മരുഭൂമിയുള്ള സംസ്ഥാനമായ രാജസ്ഥാനും അതിന്റെ തൊട്ടടുത്തുള്ള ഗുജറാത്തും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ പടിഞ്ഞാറൻ മധ്യപ്രദേശ്, വെസ്റ്റേൺ മധ്യപ്രദേശ്, അതായത് നമ്മുടെ രാജസ്ഥാനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന പ്രദേശം അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നീ സംസ്ഥാനങ്ങളിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങൾ, അതായത് സെമി എറിഡ് റീജിയൻസ്. പിന്നെ വരണ്ട പ്രദേശങ്ങൾ, എറിഡ് റീജിയൻസ്, മഹാരാഷ്ട്രയിലെ മറാത്ത്വാഡ പ്രദേശം, റായൽസീമ, തെലങ്കാന, അവിടെയുള്ള പീഠഭൂമികൾ, ഇതെല്ലാം ഏകദേശം സെൻട്രൽ നമ്മുടെ ഇന്ത്യയുടെ മധ്യഭാഗത്ത് വരുന്ന കുറച്ച് പ്രദേശങ്ങളും വരൾച്ച ബാധിത പ്രദേശ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ITDP അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് കഴിഞ്ഞ ബോർഡ് എക്സാമിന്, കഴിഞ്ഞ വർഷത്തെ 2023 +2 ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ലിസ്റ്റ് ഔട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് ഇന്റഗ്രേറ്റഡ് ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ചോദ്യം. അതായത് 11ാമത്തെ ചോദ്യമായിട്ട് വന്നതായിരുന്നു. സംയോജിത ആദിവാസി വികസന പദ്ധതിയുടെ നേട്ടങ്ങൾ പട്ടികപ്പെടുത്തുക. 3 മാർക്കിന്റെ ചോദ്യമായിരുന്നു. കഴിഞ്ഞ വർഷം ചോദിച്ചതാണ് സംയോജിത ആദിവാസി വികസന പദ്ധതിയുടെ നേട്ടങ്ങൾ. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതൊരു കേസ് സ്റ്റഡി ആയിട്ടാണ്, ഇത് വിഷയ പഠനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാർമോർ എന്ന് പറയുന്ന ഒരു പ്രദേശം എടുത്തിട്ടാണ്, ഹിമാചൽ പ്രദേശിലെ ചമ്പ ഡിസ്ട്രിക്റ്റിലുള്ള, ചമ്പ എന്ന് പറയുന്ന ജില്ലയിലെ ബാർമർ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗത്തിന്റെ അല്ലെങ്കിൽ ഒരു ട്രൈബൽ ഏരിയ ആണ് അവരെടുത്തിട്ട് പഠനം നടത്തിയത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് വേണ്ട, കാരണം അവർ ഇപ്പൊ എക്സാമിന് ബാർമർ റീജിയനിലെ ITDP പറ്റി അല്ല ചോദിക്കുന്നത്. പൊതുവെ ITDP സംയോജിത ഈ പറഞ്ഞ നമ്മുടെ ആദിവാസി വികസന പദ്ധതിയുടെ നേട്ടങ്ങൾ എന്ന രീതിയിലേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു ഏരിയ കംപ്ലീറ്റ് എടുക്കണ്ട, പക്ഷെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോ നമുക്ക് നോക്കുവാണെങ്കിൽ ട്രൈബൽ ഏരിയാസ് ഹാസ് ഹാർഷ് ക്ലൈമറ്റ് കണ്ടീഷൻ. ഇപ്പൊ അവിടുത്തെ ഹിമാചൽ പ്രദേശ് ആണ് അല്ലേ, അപ്പോൾ ഹിമാലയൻ സംസ്ഥാനമാണ്, തണുപ്പ് കൂടുതലുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വളരെ കഠിനമായ തണുപ്പ് അല്ലെങ്കിൽ ഒരു കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ലോ റിസോഴ്സ് ബേസ് ആണ്, അല്ലെങ്കിൽ നമ്മളെ പ്രധാനമായി എടുക്കുകയാണെങ്കിൽ വിഭവങ്ങളുടെ ലഭ്യത വളരെ കുറവാണ്. അസംസ്കൃത വസ്തുക്കളൊന്നും അധികം ലഭ്യമാവാത്ത പ്രദേശങ്ങളാണ് ഹിമാലയൻ സ്റ്റേറ്റ്സ്. ഇപ്പൊ മിനറൽ എടുത്ത് നോക്കിയാലും, ധാതുക്കളുടെ ശേഖരം എടുത്ത് നോക്കിയാലും, മറ്റ് കാർഷിക വിളകളുടെയോ വിഭവങ്ങളുടെയോ കാര്യം എടുത്ത് നോക്കിയാലും ഈ പറയുന്ന ഹിമാലയൻ സംസ്ഥാനങ്ങൾ ഇതിനെല്ലാം പിന്നോട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മതിയായ രീതിയിലുള്ള മേഖല വികസനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേന്ദ്രീകൃതമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കേണ്ട ആവശ്യകത വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇവിടെ കൂടുതലും ബാക്ക്വേർഡ് ഏരിയാസ് ആണ് അല്ലെ, അതായത് പിന്നോക്കം നിൽക്കുന്ന ആളുകളും അതുപോലെ വികസനമായാലും എല്ലാം വളരെ പുറകോട്ടാണ് ഈ ഒരു മേഖലകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഈ ഒരു പോയിന്റുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് അങ്ങനെ ഒന്ന് നോട്ട് ചെയ്യാം. അതായത് ഈ ITDP നടപ്പിലാക്കുന്നത് അത്രത്തോളം പിന്നോക്കം നിൽക്കുന്ന, അതായത് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് എന്ന്. പിന്നെ ട്രൈബൽ ആണല്ലോ, അപ്പൊ എന്തായാലും ആദിവാസി അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാരുടെ ഉന്നമനത്തിനാണ് ഇത് ലക്ഷ്യം വെക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരു പോയിന്റ് എഴുതാൻ സാധിക്കും. പിന്നീട് ഇതിലിപ്പോൾ ഇതിൽ പറയുന്ന ഒരു പോയിന്റ് ആണ് നാരോയിങ് ദ ഗ്യാപ്പ് ഇൻ ദ ലെവൽ ഓഫ് ഡെവലപ്മെന്റ്. അതായത് വികസനങ്ങളുടെ വികസനങ്ങൾ ലഭ്യമാക്കുന്നത് എളുപ്പമാക്കുക അല്ലെങ്കിൽ ആ ഒരു വിടവ് നികത്തുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മാക്സിമം അവിടെ എന്ത് കൊണ്ടുവരിക, ഡെവലപ്മെന്റ്സ് കൊണ്ടുവരിക. എന്തെങ്കിലും ഇപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റോഡാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് നമ്മൾ ശൗചാലയം, ടോയ്ലറ്റ്, സാനിറ്ററി ഫെസിലിറ്റീസ്, ഡ്രെയിനേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, വാട്ടർ അവൈലബിലിറ്റി, കുടിവെള്ളം ലഭ്യമാക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ കാർഷിക വിളകളുടെ ലഭ്യത കുറവാണെങ്കിൽ മതിയായ രീതിയിലുള്ള കാർഷിക പുരോഗതി കൈവരിക്കാൻ സാധിക്കുക. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇതൊരു പോയിന്റ് ആണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അത് ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, അതിന്റെ വികസനം കൊണ്ടുവരിക. കൃഷി, അഗ്രികൾച്ചർ കൊണ്ടുവരിക, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ. സോഷ്യോ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ്, സാമൂഹിക അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി തലത്തിലുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുക. അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മുതലായ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ കൊണ്ടുവരിക. അങ്ങനെയുള്ള പോയിന്റുകൾ എഴുതാം. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുന്നതാണ് സ്കൂളുകൾ, ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന സ്കൂൾസ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ കുടിവെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ റോഡ്, കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിസിറ്റി, വൈദ്യുതി.
ഇവയെല്ലാം ഈ പറഞ്ഞ ആദിവാസി മേഖലകളിൽ കൊണ്ടുവരിക എന്നതൊക്കെയാണ് ഈ ഒരു ITDP അല്ലെങ്കിൽ സംയോജിത ആദിവാസി വികസന പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ പോയിന്റായിട്ട് എഴുതാൻ സാധിക്കും. 3 മാർക്കിൻ്റെയാണ്, മാക്സിമം ഒരു 6 പോയിന്റ് എഴുതുക, അല്ലെങ്കിൽ ചെറിയൊരു പാരഗ്രാഫ് എഴുതി ശ്രമിക്കുക. പിന്നീട് ഇതിനകത്ത് നിങ്ങൾക്ക് ഇവരുടെ ലിറ്ററസി, സ്വാഭാവികമായിട്ട് നമ്മൾ വിദ്യാഭ്യാസം പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ നിരക്ഷരതയുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ലിറ്ററസി അത് ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെ 1% നിന്ന് 1.8% നിന്ന് 42% കണ്ട വലിയൊരു ഇൻക്രീസ് അവിടെ ഉണ്ടായി. നിരക്ഷരതയിൽ ഒരുപാട് മാറ്റം അവിടെ ഉണ്ടായത് കാണാൻ സാധിക്കും. പിന്നീട് ലിറ്ററസി മാറിയ കാര്യം പറയുന്നുണ്ട്. കൃഷിയുടെ കൾട്ടിവേഷൻ, കൃഷി നല്ല രീതിയിൽ വികസിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ തന്നെ സ്കൂൾ, ഹെൽത്ത് സെന്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിന്റെ പോയിന്റുകൾ എഴുതാൻ ശ്രമിക്കുക. വികസനം പ്രധാനമായും നമ്മൾ നേരത്തെ എഴുതിയ സ്ഥലത്തെ അതേ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് എഴുതാം. കാരണം ഇതൊരു മേഖലാ വികസന പദ്ധതിയാണല്ലോ. അപ്പോൾ ഇതും ഈ പറഞ്ഞ കണക്ക് ആദിവാസി മേഖലയെ മുൻനിർത്തിക്കൊണ്ട്, അതിപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗോത്രവർഗത്തെ അല്ലെങ്കിൽ ആദിവാസി മേഖലകളും നമുക്ക് ആലോചിച്ച് എഴുതാവുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ITDP. അപ്പോൾ ബാർമർ എന്നൊന്നും എടുത്തു ചോദിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ സ്ഥലത്തെ പറ്റിയോ അവിടുത്തെ ആളുകളെ പറ്റിയോ, ഇപ്പോൾ ഇതിൽ ഗഡ്ഡി എന്ന് പറയുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി വെച്ചിട്ടാണ് ഇവരിത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ കാര്യം ഒന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യം എക്സാമിന് വരുന്നില്ല. ഇനി കഴിഞ്ഞ എക്സാമുകളിൽ 2 വട്ടം, അതായത് കഴിഞ്ഞ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ മോഡൽ പരീക്ഷയ്ക്കും ചോദിച്ച ചോദ്യം സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ നിന്നാണ്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് സുസ്ഥിര വികസനം. ഇനി നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അപ്പോൾ എന്താണ് സുസ്ഥിര വികസനം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വികസനം എന്ന പദം പൊതുവായി ഉപയോഗിക്കുന്നത് പ്രത്യേക സമൂഹങ്ങളുടെ അവസ്ഥയും അവരിൽ ഉണ്ടായ മാറ്റത്തെയും സൂചിപ്പിക്കുന്നതിനാണ് വികസനം കൊണ്ട്, അല്ലെ, ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ സുസ്ഥിര വികസനമാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഭാവി തലമുറയെ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള വികസനം. അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ അവശ്യ വസ്തുക്കളാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളാണെങ്കിലും അത് നമ്മൾക്ക് മാത്രമല്ല, മറിച്ച് ഇനി വരുന്ന ഒരു തലമുറയ്ക്കും കൂടി ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. സാധാരണ ചോദിക്കുന്നത് എന്താണ് സുസ്ഥിര വികസനം എന്ന് ചോദിക്കും. അതിന്റെ ഉത്തരം ഇവിടെ ഉണ്ട്. ഭാവി തലമുറകൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. എന്താണ് സുസ്ഥിര വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭാവി തലമുറകൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണെന്ത്? സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഡെഫിനേഷൻ. എ ഡെവലപ്മെന്റ് that meets the needs of present without compromising the ability of future generation to meet their own needs is known as sustainable development. Okay, so ആ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഡെഫിനിഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. 3 മാർക്കിന് ചോദിക്കുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻ നിങ്ങൾ എഴുതണം. അതിനുശേഷം ഇതിന്റെ മെഷേഴ്സ് എങ്ങനെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, നടപ്പിലാക്കാം എന്നൊരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിലൊരു കേസ് സ്റ്റഡി പറയുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെയുള്ള ഇന്ദിരാഗാന്ധി കനാൽ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയ പഠനത്തിലൂടെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് പറഞ്ഞു നൽകുന്നത്. അതൊന്ന് ജസ്റ്റ് വായിച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിലെ മെഷേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എങ്ങനെ സുസ്ഥിര വികസനം നടപ്പിലാക്കാം എന്നുള്ള പോയിന്റുകളൊന്ന് അറിഞ്ഞിരിക്കണം. വാട്ടർ മാനേജ്മെന്റ് പോളിസി, ഇതിപ്പോൾ ഇന്ദിരാഗാന്ധി കനാൽ പ്രോജക്റ്റിനെ വെച്ചിട്ടാണ്, രാജസ്ഥാനിലുള്ള ഇന്ദിരാഗാന്ധി കനാലുമായി ബന്ധപ്പെട്ടാണ് ഈ പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളതെങ്കിലും ജനറലായിട്ട് നിങ്ങൾക്ക് സുസ്ഥിര വികസനത്തിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ എഴുതാൻ സാധിക്കും. എന്തായാലും എന്ത് വിഭവങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് ആരെയും കൂടി മുൻനിർത്തി നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആരെയും കൂടി നമ്മൾ അതിൽ ആരുടെ ആവശ്യങ്ങൾക്കും കോട്ടം തട്ടാൻ പാടില്ല. അതെ, ഇനി വരാൻ പോകുന്ന ഭാവി തലമുറകൾക്ക് അത് കോട്ടം തട്ടാൻ പാടില്ല. ഇവിടെ വാട്ടർ മാനേജ്മെന്റ് പോളിസി, നമ്മൾ എന്ത് ചെയ്യണം, ജലസംരക്ഷണം അല്ലെങ്കിൽ കൃത്യമായ അതിൻ്റെ ഒരു ഉപയോഗം, ജലത്തിൻ്റെ ഉപയോഗം നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. പിന്നീട് എന്താണ്, ഗ്രോ പ്ലാന്റേഷൻ ക്രോപ്സ് ലൈക്ക് സിട്രസ് ഫ്രൂട്ട്സിൻ്റെ ഉപയോഗം കൂട്ടണമെന്ന് പറഞ്ഞത് ജലത്തിൻ്റെ ലഭ്യത കുറയ്ക്കാനായിട്ടാണ്. പൊതുവെ ഇങ്ങനെയുള്ള മുൾച്ചെടികളൊക്കെ, ഈ സിട്രസ് ഫ്രൂട്ട്സിൻ്റെ ഒരു ഗുണം നിങ്ങൾക്കറിയായിരിക്കും, അല്ലെങ്കിൽ അവയുടെ സവിശേഷത കൂടുതലും മുള്ളുള്ള ചെടികളാണ് ഈ സിട്രസ് ഫ്രൂട്ട്സ്. പുളിയുള്ള ഈ പഴങ്ങളുടെ അവരുടെ ആ ഒരു ഇതിൽ മുള്ള് കാണും. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾക്ക്, മുള്ളുള്ള ചെടികൾ കൂടുതലും ഈ
ജലം അധികം വേണ്ടാത്തതാണ്. അപ്പം അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് വാട്ടർ മാനേജ്മെൻറ്റ് എളുപ്പമായിരിക്കും. കാർഷിക മേഖലയിൽ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇറിഗേഷൻ്റെ ഒരു സാധ്യത കുറയ്ക്കാൻ, അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും വെള്ളം എത്തിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും. പിന്നീട് ഇവിടെ എല്ലാം അതുമായി ബന്ധപ്പെട്ടാണ് വാട്ടർ ലോഗിങ് ആൻഡ് സോയിൽ സലിനിറ്റി റീക്ലെയിം ചെയ്യണം. അതായത് വെള്ളം കെട്ടി നിൽക്കുന്നതും വെള്ളത്തിലെ ലവണത്വത്തിൻ്റെ സോയിൽ മണ്ണിലെ ലവണത്വത്തിൻ്റെ അളവൊക്കെ കുറയ്ക്കണം എന്നൊക്കെയുള്ള പോയിന്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇത് ജലസംരക്ഷണവുമായി മുൻനിർത്തി നിങ്ങൾക്ക് എഴുതാം. അല്ലാതെ പൊതുവായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന അഫോറസ്റ്റേഷൻ, അതായത് വനവൽക്കരണം, പാസ്റ്റർ ഡെവലപ്മെൻറ്റ്, നമ്മൾ നേരത്തെ മേഖലാ പ്രദേശ വികസനത്തിലൊക്കെ പറഞ്ഞതാണ്. പുൽമേടിൻ്റെ വികസനം, ഇതൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമെന്നും കാർഷിക മേഖലയിലെ ഉന്നമനം, ഇങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും ഈ ഒരു സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ. അപ്പോൾ ഈ രീതിയിൽ ആ ചോദ്യത്തെ കണ്ടാൽ മതി. ഒരു 3 മാർക്കിന് ഒരു 6 പോയിന്റോളം പഠിച്ചു വെച്ചേക്കുക. ഇതിലിപ്പോൾ ഇന്ദിരാഗാന്ധി കനാൽ പ്രോജക്റ്റുമായി അല്ലെങ്കിൽ കനാൽ കമാൻഡ് ഏരിയയുമായി ബന്ധപ്പെട്ടാണ് ഇത് ടെക്സ്റ്റിൽ പരാമർശിക്കുന്നത്. അങ്ങനെ എടുത്ത് ചോദിക്കത്തില്ല. അല്ലാതെ നിങ്ങൾക്ക് സുസ്ഥിര വികസനത്തിൻ്റെ പോയിന്റുകൾ ചർച്ച ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെച്ചേക്കുക. എന്താണ് സുസ്ഥിര വികസനം എന്ന് 2 ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. അതൊന്ന് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. പിന്നെ ഇവിടെയും ഇതിനകത്തും ഈ ഇന്ദിരാഗാന്ധി കനാൽ ഒരു പഠന വിഷയമായി എടുത്ത് നടത്തിയ എൻ്റെ പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ജനറലായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടതാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ മോഡലിൽ 3 മെഷേഴ്സ്, 3 മാർഗങ്ങൾ, സുസ്ഥിര വികസനം ഇന്ത്യയിൽ നടപ്പിലാക്കാനുള്ള 3 മാർഗങ്ങളാണ്. അപ്പോൾ 3 പോയിന്റ് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് അവിടെ ലഭിക്കും. അതുപോലെ കഴിഞ്ഞ സേ പരീക്ഷയിൽ ചോദിച്ചത് എന്താണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ഒരു ചോദ്യമാണ്. എന്താണ് സുസ്ഥിര വികസനം, എക്സ്പ്ലെയിൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് സേ പരീക്ഷിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അങ്ങനെ ഒരു ചോദ്യമാണ്. സുസ്ഥിര വികസനം എന്ന ആശയത്തെ വിശദമാക്കുക. അപ്പോൾ ആ രീതിയിൽ ഒരു 3 മാർക്കിന്, അതായത് ഒരു 3 പോയിന്റ് എങ്കിലും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു പാഠത്തെ പറ്റി പറയാനുള്ളത്. കഴിഞ്ഞ എക്സാമുകൾ പരിശോധിച്ചപ്പോൾ സുസ്ഥിര വികസനം തന്നെയാണ് 2 വട്ടം റിപ്പീറ്റ് ആയത്, പ്ലാനിങ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഈ ചാപ്റ്റർ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാപ്റ്ററിന് ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. തീർച്ചയായും നമുക്കതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.